ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നേഹാരം. അപ്പം നമ്മളൊരു കുക്കർ ബിരിയാണി, ഒരു വെജ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം കഴുകി വൃത്തിയാക്കിയ സോയാബീനിലേക്ക് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഈ നാലും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് അവിടെ നിന്ന് റെസ്റ്റ് ആകുന്ന സമയം കൊണ്ട് നമുക്കൊരു കുക്കർ വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് മൂന്നും ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് പെരുംജീരകം, അതായത് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. വളരെ കനം കുറച്ച് അരിഞ്ഞ സവാള ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. സവാള വാടുന്നതിന് വേണ്ടിയിട്ടായിട്ട് നമുക്കതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാള വേഗം വാടി കിട്ടും. അപ്പോൾ അങ്ങനെ വാടിയ സവാളയിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ്. അതിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് അടക്കിടന്ന് ഉടയട്ടെ. ആ സമയത്ത് നമുക്ക് വേറൊരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമ്മളെ തക്കാളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി ചതച്ചത് ചേർത്ത് നല്ലോണം അതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ്. അതിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് പച്ചക്കറികളായിട്ട് ബീൻസ്, ക്യാരറ്റ്, കിഴങ്ങ് ഇത് മൂന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിലർ കോളിഫ്ലവറൊക്കെ ചേർക്കും. ഞാൻ ഇപ്പം അതൊന്നും ചേർക്കുന്നില്ല. അത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് തൈര്, വലിയ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 പാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സോയാബീൻ പകുതി എടുത്ത് ചേർക്കാം. പിന്നെ ഈ ഇല നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിന് ഞങ്ങളിവിടെ ചോറ്റുകൈത എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അതും ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അരി വറക്കുന്നൊന്നുമില്ല, നേരിട്ട് ചേർക്കുകയാണ്. ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ഉപ്പൊക്കെ നോക്കി ഉപ്പ് ചേർത്തതിന് ശേഷം അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിനും ഒട്ടാതിരിക്കാനും നല്ലതാണ്. പിന്നെ നമുക്കൊരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്ന വരെ വേവിക്കാം. എന്നിട്ട് കുറച്ച് സമയം അതേപോലെ തന്നെ ഓഫാക്കിയിട്ട് അങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ തുറന്ന് അത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഗാർണിഷ് ചെയ്യാം. അതിനായിട്ട് നേരത്തെ വറുത്ത് വെച്ച സോയാബീൻ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില, പുതിനയില അരിഞ്ഞത് അതും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് മുന്തിരി, ഉണക്കമുന്തിരി ഫ്രൈ ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നില്ല. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് അത് ചേർക്കുന്നില്ല. അപ്പം ഞാനിത് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. പിന്നെ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഏറ്റവും വേഗത്തിലും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക.